ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാൻ. കാലമെല്ലാം മറിഞ്ഞുപോയി, കോലമൊക്കെ മാറി. ഇന്നു രാധ ഭിക്ഷുകിയായി മണ്ണിലലയുന്നു. കൊട്ടുമില്ല, പാട്ടുമില്ല, കൂട്ടിനാരുമില്ല. പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി. പിച്ചതരിൻ ഗൃഹസ്ഥരെ പിച്ചതരിനെന്നായി ഉച്ചനേരത്തുച്ചത്തിൽ ഞാൻ ഉച്ചരിച്ചു നീളെ. കണ്ട വീട്ടിൽ പടിതോറും തെണ്ടിടുന്നേനേവം. പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി. കോടി ജനം ഭിക്ഷ തരാനോടി വന്നിടുന്നു. ആർക്കുമില്ല പക്ഷേ കയ്യിലക്ഷയമാം പാത്രം. രാധികയ്ക്കു വേണ്ടുന്നതാം സാധനമില്ലേകാൻ. പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി. വീടുതോറും വാടിതോറും ഓടിയന്മൈ വാടി. നാടുതോറും കാടുതോറും തോടുതോറും തേടി. നേടിയില്ല ഫലം നിൻ കാൽപ്പാടു കണ്ടില്ലെങ്ങും. പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി. ചാർച്ച വിട്ടും വേഴ്ച വിട്ടും താഴ്ചയെല്ലാമേറ്റും ഈശ്വരനെ സമ്പൂർണമായി ആശ്രയിച്ച ശേഷം ഈ നിലയിൽ കേഴുന്നവൾ ഞാനൊരുത്തി മാത്രം. പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി. പിട്ടുപറഞ്ഞുപായത്തിൽ പാട്ടിലാക്കിയിട്ടെന്നെ കാട്ടിനുള്ളിൽ കാട്ടാളനു വേട്ടയാടാനായി നീയിട്ടു പോയതയോ മഹാകഷ്ടമായി കണ്ണ. പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി കൃഷ്ണ, പാഹി.
വെണ്ണിലാവിലാറാടിയ പുണ്യവൃന്ദാരണ്യം മന്ദമായി മന്ദവായു വീശുമർക്ക നന്ദിനി തൻ തീരം ഉണ്ടിതെല്ലാം മുന്നിൽ പക്ഷേ കൊണ്ടൽ വർണ്ണനില്ല. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. നാളെ വരും ഗോവിന്ദനെന്നാളു വന്നു ചൊല്ലി, ഇന്നു വന്നാലുണ്ടു കാര്യം, നാളെ വന്നാലില്ല. നാളെ എന്നിങ്ങനെയൊരു നാളു രാധയ്ക്കില്ല. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ആൽച്ചുവട്ടിൽ തല താഴ്ത്തി പാൽച്ചിരിയും തൂകി ലജ്ജയോടെ വന്നു നിൽക്കുമി ജനത്തിനാളിട്ടെറിഞ്ഞു കണ്ണൻ തന്ന പട്ടുകീറാറായി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ചന്തമേറുമാമൈ കണ്ടതെന്തിനാണു കണ്ണേ, കണ്ടിരുന്നില്ലെങ്കിലിത്ര കിണ്ടലുണ്ടാവില്ല. എന്തു ചെയ്യാൻ പിഴച്ചുപോയെൻ്റെ കാര്യമെല്ലാം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. എങ്കിലുമില്ലാശാഭംഗമെൻ കരളിലേതും കൊണ്ടൽ വർണ്ണനൊരുമിച്ചു രണ്ടു ദിനം പാർത്തു. എന്തു വേണമിതിൽ കവിഞ്ഞെന്തു ലാഭമുള്ളു. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. പാരിലെന്നെ പാലിക്കുവാനാരുമില്ലാതായി, എങ്കിലുമില്ലവകാശം സങ്കടത്തിനേതും. ഈശ്വരേച്ഛയാണിതെന്നു വിശ്വസിച്ചാൽ മതി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. തെറ്റി കാര്യം വഞ്ചനയും കുറ്റവും ഞാനേവം നിന്റെ പേരിൽ ചുമത്തിയതെൻ്റെ കയ്യിൽ തെറ്റി. ഇപ്രകൃതിക്കാണു കളവപ്പൂരുഷനല്ല. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. വീമ്പു തോന്നി ലോകനാഥനൻ പിടിയിലെന്നായി, എന്തു ബുദ്ധിമോശത്തരമെന്തു കഷ്ടമയ്യോ. തെറ്റുപറ്റി സമ്മതിച്ചു തോറ്റു തിന്നു തൊപ്പി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. അൽപരസം കൊണ്ടു ചൊന്ന ദുൽപ്പലദളാക്ഷൻ സൽപരമാനന്ദരൂപൻ കൽപ്പവൃക്ഷശീലൻ ചിൽപുരുഷൻ പൊറുക്കണേ. മാപ്പു തന്നീടണേ. ചിൽപുരുഷൻ പൊറുക്കണേ, മാപ്പു തന്നീടണേ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. കണ്ണനെന്നും സുഖിക്കേണമെന്ന മോഹം മാത്രം ഉള്ളിലുണ്ടാവണം, വേറെയുള്ളതെല്ലാം പോണം. ഏവമുള്ളൊരനുഗ്രഹമേകിയെങ്കിൽ മതി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. കാമദുഃഖമാകും തൃക്കാൽ താമരയോടൊന്നും
ഇല്ല ഭക്തിക്കിരക്കുവാൻ തെല്ലുമധികാരം. എങ്കിലുമൊന്നിരക്കുന്നേൻ തങ്കമേനി കാട്ടാൻ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 981 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം, ഭാഗവത ആസ്വാദനവും ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള സംഗമവും പലപ്പോഴും ഭഗവാൻ സാധിപ്പിച്ചു തരുന്നു. അത്തരത്തിൽ ഒരു സംഗമം ഈ വരുന്ന വ്യാഴാഴ്ച, നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, തൃശ്ശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത മഹാസത്രവേദിയിൽ രാവിലെ 11:30 മുതൽ 1 മണി വരെയുള്ള സമയത്ത് രാസലീലയും യുഗളഗീതവും പ്രഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഭഗവാൻ അവസരം തന്നിരിക്കുന്നു. ആ പ്രദേശത്തുള്ള ആളുകൾ കഴിയുമെങ്കിൽ അന്ന് അവിടേക്ക് വരണം എന്നുകൂടി ഇത്തരുണത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ പെരുമ്പിലാവ് ഇരട്ടക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹം ഇന്ന് 2-ാം ദിവസം. ഇവിടെ ശ്രീമദ് ഭാഗവതം 12-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. 27-ാമത്തെ ശ്ലോകം ഭഗവാന്റെ അവതാരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. 12 സ്കന്ധസാരമായിരിക്കുന്ന ഈ അധ്യായം, യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ. കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ ഭഗവാൻ ആടിയ ആ രംഗങ്ങൾ അത് ഓർമ്മിപ്പിക്കുകയാണ്. യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര. ആ യദുവിൻ്റെ കുലത്തിൽ ശ്രീകൃഷ്ണൻ എന്ന പേരോടുകൂടി തിരുനാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ വസുദേവരുടെ ഗൃഹത്തിൽ അവതരിച്ചു, ആ ജഗദീശ്വരൻ അവതരിച്ചു. പിന്നീടോ തതോ വൃദ്ധിശ്ച ഗോകുലേ, ഗോകുലത്തിൽ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്ത് ഭഗവാന്റെ വളർച്ചയും ഉണ്ടായി എന്ന് പറഞ്ഞു. ആ വളർച്ച, ആ ലീലകൾ എന്തൊക്കെയാണെന്നാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞത്. തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷ പൂതനാസുപയപ്പാനം ശകടോച്ചാടനം ശിശോ. 2 വരിയിലൂടെ ഭഗവാന്റെ 2 ലീലകളെ അവിടെ ഓർമ്മിപ്പിക്കുകയാണ് സൂതപൗരാണികൻ ചെയ്തത്. അസുരന്മാരെ ഇല്ലാതെയാക്കാൻ, സംഹരിക്കാൻ ഭഗവാൻ അവതരിച്ചു. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ ദശമസ്കന്ധത്തിൽ പൂർണ്ണമായും 90 അധ്യായങ്ങളിലൂടെ പറഞ്ഞു. അതിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ശിശുവായിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ പൂതനയുടെ ആ പ്രാണവായുവിനെ കൂടി വലിച്ചു കുടിച്ചുകൊണ്ട്, അവളുടെ മുല കുടിക്കുന്നതോടുകൂടി അവളുടെ മൂലത്തെ കൂടി വലിച്ചെടുത്ത് പൂതനയ്ക്ക് മോക്ഷം കൊടുത്ത ഭഗവാൻ ശകടോച്ചാടനം, പിന്നെ ആ ശകടനെ ഇല്ലാതെയാക്കി, ഉച്ചാടനം ചെയ്തു. വണ്ടിയുടെ രൂപത്തിൽ വന്ന കംസഭൃത്യൻ ശകടനെയും ഭഗവാൻ നിഗ്രഹിച്ചു എന്ന് പറയുന്നു. പിന്നെയോ
അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു തൃണാവർത്തസ്യ നിഷ്പേഷസ്തഥൈവ ഭഗവത്സയോ ധേനുകസ്യ സഹഭ്രാതു പ്രലംബസ്യ ച സംക്ഷയ. തൃണാവർത്തനെ നിഗ്രഹിച്ചത്, ശകടാസുരനെ നിഗ്രഹിച്ചത് വാതിൽ പുറപ്പാടിൻ്റെ അന്നാണ്, ഭഗവാന്റെ 90ൻ്റെ അന്നാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 1 വയസ്സായെന്ന് ഭഗവാന്റെ ഒരു ജന്മർക്ഷ ദിനത്തിൽ ഭഗവാൻ 1 വയസ്സായ സമയത്താണ് തൃണാവർത്തൻ എന്ന അസുരൻ കാറ്റിൻ്റെ രൂപത്തിൽ വന്നു, അവനെ ഭഗവാൻ നിഗ്രഹിച്ചു. പിന്നെ തഥൈവ ഭഗവത്സയോഹോ, ബകാസുരനെയും വത്സാസുരനെയും നിഗ്രഹിച്ചു. ഇതുവരെയുള്ള കഥകളൊക്കെ ബൃഹദ്വനത്തിൽ അമ്പാടിയിലാണ് നടന്നതെങ്കിൽ ഇപ്പോൾ അവരെല്ലാവരും വൃന്ദാവനത്തിലേക്ക് വന്ന്, ആ വൃന്ദാവനത്തിൽ വന്നതിന് ശേഷം കൊറ്റിയുടെ രൂപത്തിൽ വന്ന ബകാസുരൻ, അത് ബകിയുടെ പൂതനയുടെ സഹോദരനാണ്, അഘാസുരൻ്റെ സഹോദരനാണ്. പിന്നെ ആ വത്സാസുരനെയും നിഗ്രഹിച്ചു ഭഗവാൻ. വത്സത്തിൻ്റെ രൂപത്തിൽ, ഒരു പശുക്കിടാവിൻ്റെ രൂപത്തിൽ വന്ന വത്സാസുരൻ. ധേനുകൻ എന്ന അസുരൻ, താലവനത്തിൻ്റെ അധിപതിയായി ലോകത്തെ മുഴുവൻ കിടകിട വിറപ്പിച്ച കഴുതയുടെ രൂപത്തിൽ വന്ന ആ അസുരനെ, ധേനുകനെ ഭഗവാൻ നിഗ്രഹിച്ചു. പിന്നെ പ്രലംബനെ നിഗ്രഹിച്ചു. അവരെയൊക്കെ ഏട്ടനായ ബലരാമനോടുകൂടി ഇല്ലാതെയാക്കി എന്നാണ്. ധേനുകസ്യ സഹഭ്രാതു പ്രലംബസ്യ ച സംക്ഷയ രാമേണ സഹ കേശവ. രാമനോടുകൂടിയാണ് ഭഗവാൻ ഈ ലീലകളൊക്കെ ആടിയത്. പ്രത്യേകിച്ചും പ്രലംബനെ കൊന്നത് തന്നെ രാമേട്ടനാണ് എന്ന് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെയോ ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പത ദമനം കാളിയസ്യാഹേർ മഹാഹേർ നന്ദമോക്ഷണം. പിന്നെ പറഞ്ഞു 4 ഭാഗത്തു നിന്നും ഒരുമിച്ച് കാട്ടുതീ വന്നപ്പോൾ ഗോപാനാം ച പരിത്രാണം, ആ ഗോപന്മാരെ ശ്രീകൃഷ്ണൻ പരിത്രാണനം ചെയ്തു, സംരക്ഷിച്ചു എന്ന് പറയുന്നു. അപ്പോൾ കാട്ടുതീയിൽ നിന്ന് ഗോപന്മാരെ രക്ഷിച്ച കഥ അത് അവിടെ സൂചിപ്പിച്ചു. പിന്നെ ദമനം കാളിയസ്യാഹേർ, അഹിയായ പാമ്പ്, കാളിയൻ എന്ന പാമ്പിൻ്റെ ദർപ്പത്തെ ഇല്ലാതെയാക്കി മതത്തെ അപഹരിച്ച ഭഗവാന്റെ ലീല. അതേപോലെ തന്നെ മഹാഹേർ നന്ദമോക്ഷണം, വലിയൊരു പാമ്പ്, പെരുമ്പാമ്പ് അല്ലേ, പെരുമ്പാമ്പിൽ നിന്ന് അച്ഛനായ നന്ദഗോപരെ ഭഗവാൻ മോചിപ്പിച്ചത്, രക്ഷിച്ചതായിട്ടുള്ള കഥ അതും ഓർമ്മിക്കുന്നു. പിന്നെ വ്രതചര്യാതു കന്യാനാം യത്ര തുഷ്ടോച്യുതോ വ്രതൈ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുതാപനം. ഗോപകന്യകമാരുടെ വ്രതാചരണം, അവരെന്താ, ഹേമന്തേ പ്രഥമേ മാസി, അവർ വൃശ്ചിക മാസത്തിൽ സാക്ഷാൽ ഭഗവതിയെ, കാത്യായനിയെ യമുനാ നദിയുടെ തീരത്ത് മണലുകൊണ്ട് ഭഗവതിയുടെ വിഗ്രഹം ഉണ്ടാക്കി ആ ഭഗവതിയെ പൂജിച്ചപ്പോൾ അവർക്ക് അനുഗ്രഹം കൊടുത്തു. അവർക്ക് നേരെ ഭഗവാൻ കാണിച്ച പ്രസാദം. എത്ര തുഷ്ടോച്യുതോ വ്രതൈഹി, ആ വ്രതത്തിൽ സന്തോഷിച്ച് തുഷ്ടിയോടുകൂടി ഭഗവാൻ അവരെ അനുഗ്രഹിച്ചത്. പിന്നെയോ പ്രസാദോ യജ്ഞപത്നീഭ്യോ, യജ്ഞപത്നിമാരെ, ആ ബ്രാഹ്മണ പത്നിമാരെ ഭഗവാൻ അനുഗ്രഹിച്ചത്. അതറിഞ്ഞപ്പോൾ വിപ്രാണാം ചാനുതാപനം, കർമ്മഠന്മാരായ, കേവലം യാഗം നടത്തലാണ് ഈശ്വരസേവ എന്ന് കരുതിയ മൂഢന്മാരായ ആ ബ്രാഹ്മണർക്ക് പശ്ചാത്താപമുണ്ടാക്കി ഭഗവാൻ. അപ്പോൾ യജ്ഞപത്നിമാരെ അനുഗ്രഹിച്ചു, ഒരർത്ഥത്തിൽ ആ ബ്രാഹ്മണരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. പിന്നെയോ ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭി ക്രീഡാച രാത്രിഷു. ഗോവർദ്ധന പർവ്വതത്തെ കുടയായിട്ട് ഉയർത്തിപ്പിടിച്ചു. ഗോവർദ്ധന ഗിരിധാരിയായി ഭഗവാൻ. എന്താ അതിന് കാരണം? ആ കഥ നമ്മൾ കേട്ടതാണ്. ഇന്ദ്രനെ യാഗം ചെയ്യാൻ പുറപ്പെട്ട നന്ദഗോപരോട് ഭഗവാൻ പറഞ്ഞു, അച്ഛാ, ഇന്ദ്രനല്ല യാഗം നടത്തേണ്ടത്, മറിച്ച് ആർക്കാണ്? പ്രത്യക്ഷ ദൈവമായിരിക്കുന്ന ഗോവർദ്ധന പർവ്വതത്തിനാണ് നമ്മൾ യാഗം നടത്തേണ്ടത്. ഇന്ദ്രൻ്റെ ഔദാര്യമല്ല നമുക്ക് കിട്ടുന്നതൊന്നും, മറിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. അതിൽ ദേവേന്ദ്രന് പ്രത്യേകമായിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ധർമാനുസാരിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും.
അതുകൊണ്ട് നാം ദേവേന്ദ്രനല്ല യാഗം നടത്തേണ്ടത്. ദേവേന്ദ്രൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാനാടിയ ഒരു ലീല. അഹങ്കാരലേശമന്യേ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ. ദേവേന്ദ്രനെ തോൽപ്പിക്കാൻ, ദേവേന്ദ്രൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാന്റെ നേതൃത്വത്തിൽ ആ ഇന്ദ്രയാഗം മാറ്റി അദ്രിക്ക്, ആ ഗോവർദ്ധന പർവ്വതത്തിന് യാഗം ചെയ്യാൻ തീർച്ചപ്പെടുത്തി. ഗോപാലനായി നിന്നുകൊണ്ട് ഭഗവാൻ യാഗത്തിന് നേതൃത്വം കൊടുത്തു. അതേപോലെ തന്നെ സാക്ഷാൽ ഗോവർദ്ധനമായി നിന്നുകൊണ്ട് ആ യജ്ഞഭാഗത്തെ സന്തോഷപൂർവം സ്വീകരിക്കുകയും ചെയ്തു. ദേവേന്ദ്രന് ദേഷ്യം വന്നു. ദേവേന്ദ്രൻ പറഞ്ഞു, എങ്കിൽ ഈ അമ്പാടിയെ മുഴുവൻ, ആ ശ്രീകൃഷ്ണനെയും ഒപ്പമുള്ള ഗോപാലന്മാരെയും മുഴുവൻ ഞാൻ മഴവെള്ളപ്പാച്ചിലിൽ ഇല്ലാതെയാക്കും എന്ന് തീർച്ചപ്പെടുത്തി അതിഗംഭീരമായിട്ടുള്ള മഴ പെയ്യിച്ചു ദേവേന്ദ്രൻ. കാർമേഘങ്ങൾ അമ്പാടിക്ക് മുകളിൽ ഉരുണ്ടുകൂടി. പക്ഷേ ആ മഴയെ തടുക്കാൻ ഭഗവാന്റെ കാരുണ്യവർഷത്തിന് സാധിച്ചു എന്നാണ്. രാമനെയും കൃഷ്ണനെയും വിളിച്ച് കരഞ്ഞ ആ ഗോപാലന്മാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ഗോവർദ്ധന ഗിരിധാരിയായി നിന്നു. ആ ഗോവർദ്ധനത്തെ തൻ്റെ ആ ഇടത്തെ ചെറുവിരലിൽ ഉയർത്തിപ്പിടിച്ചു ഭഗവാൻ. ഛത്രാകമിവ ബാലക, ഒരു കുട്ടി കുട ഉയർത്തുന്ന ലാഘവത്തോടുകൂടി ഭഗവാൻ അത് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ദേവേന്ദ്രൻ്റെ അഹങ്കാരം തീർന്നു. സുരഭിമാതാവിനോടുകൂടി വന്ന് ഇന്ദ്രനും കാമധേനുവും ശക്രസ്യ സുരഭേരഥ, സുരഭിമാതാവിനോടുകൂടി വന്ന് ശ്രീകൃഷ്ണനെ ഗോവിന്ദനായി അഭിഷേകം ചെയ്തു. യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭി ക്രീഡാചരാത്രിഷു. പിന്നെയോ ഗോപസ്ത്രീകളോട് ചേർന്ന് ഭഗവാൻ രാസക്രീഡയാടിയത്. രാസലീലയാണ് അല്ലേ, വെറുമൊരു കളിയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. ഗോപികമാരാകുന്ന ഭക്തി നദികൾ ഭഗവാനാകുന്ന കരുണാസമുദ്രത്തിലേക്ക് അലയടിച്ചെത്തിയ ദിവ്യമായ ആ മാരോത്സവം, സാക്ഷാൽ മാരനെയും മന്മഥനെയും തോൽപ്പിച്ച മന്മഥനായിരിക്കുന്ന ഭഗവാന്റെ രാസലീല, ഭാഗവതത്തിൻ്റെ സാരലീല. ഇതാണ് രാസലീലയിലൂടെ കാണിച്ചു തരുന്നത്. 5 അധ്യായങ്ങളിലൂടെ കാണിച്ചു തരുന്നു. ഗോപികമാര് എല്ലാം മറന്ന് ഭഗവാനെ ആശ്രയിച്ചപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരത്തിനെ മുഴുവൻ ഭഗവാൻ ഇല്ലാതെയാക്കി. അഹങ്കാരത്തിൻ്റെ തുരുമ്പ് വീണ് കഴിഞ്ഞാൽ ഇരുമ്പാണെങ്കിലും കാന്തത്തിനോട് അടുക്കില്ല. ഗോപികമാരാകുന്ന ആ ഇരുമ്പ് ഭഗവാനാകുന്ന കാന്തത്തിലേക്ക് അടുക്കുന്നതിന് തടസ്സമായി നിന്നത് അവരുടെ മനസ്സിലെ അഹങ്കാരമായിരുന്നു. അതിനെ ഇല്ലാതെയാക്കാൻ ഭഗവാനെ മാത്രം വിചാരിച്ചും കൊണ്ട് അവർ പാടിയ പാട്ടും അവരുടെ കണ്ണുകളിൽ നുതിർന്നു വീണ കണ്ണീർത്തുള്ളികളും ആവോളം മതിയായിരുന്നു. അവരുടെ അഹങ്കാരം തീർന്നു. സാക്ഷാൽ മന്മഥനായി ഭഗവാൻ വന്നു. അപ്പൊ കാമദേവനെ തോൽപ്പിച്ച കാമോപമനായിരിക്കുന്ന കാർമേഘവർണ്ണന്റെ കാരുണ്യത്തിൻ്റെ കനിവിൻ്റെ കിനിവാണ് ഈ ലീല എന്ന് ഭാഗവതം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ ആ സ്ത്രീകളോടുകൂടി ഭഗവാൻ ആടിയ അതിമനോഹരമായ ലീല, അതാണ് രാസലീല. പിന്നെന്താ പറഞ്ഞത്? ശംഖചൂഡസ്യ ദുർബുദ്ധേർ വധോ അരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോഹോ. ദുർബുദ്ധിയായ ശംഖചൂഡൻ, ആ ശംഖചൂഡനെ ഭഗവാൻ നിഗ്രഹിച്ചതും അവൻ്റെ ശിരസ്സിലെ ആ രത്നത്തെ ഏട്ടന് സമ്മാനിച്ചതും, പിന്നെ അരിഷ്ടനെ ഭഗവാൻ നിഗ്രഹിച്ചത്, കാളയുടെ രൂപത്തിൽ വന്ന കംസഭൃത്യൻ അരിഷ്ടനെ ഭഗവാൻ നിഗ്രഹിച്ചു. കേശി, കുതിരയുടെ രൂപത്തിൽ വന്ന ആ കംസഭൃത്യനെയും ഭഗവാൻ നിഗ്രഹിച്ചു. പിന്നീടോ അക്രൂരാഗമനം, അക്രൂരൻ ഗോകുലത്തിലേക്ക് വരുന്നു. പ്രസ്ഥാനം രാമകൃഷ്ണയോഹോ, രാമനും കൃഷ്ണനും മധുരയിലേക്ക് യാത്രയായി. ഭഗവാന്റെ മധുരാലീലകൾ 34-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയുണ്ടാവാൻ ആരതി
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം.
ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.